ഇത് 4 മീറ്റർ തുണിയുണ്ട്, 35 ഇഞ്ച് വീതിയുണ്ട്. തുണി രണ്ടായിട്ട് മടക്കി 10 ഇഞ്ച് വീതിയിൽ. കൈ സ്ലീവ് കട്ട് ചെയ്യണം. കൈക്കുള്ള തുണി കട്ട് ചെയ്യണം. 15 ഇഞ്ച് നീളം വേണം, 10 ഇഞ്ച് വീതി വേണം. വള്ളത്തിൻ്റെ 4 1. ഇതിനൊരു 3 ഇഞ്ച് അകലത്തിൽ 1 ഇഞ്ച് ഉയർത്തി ഈ 10 ഇഞ്ചിൻ്റെ മിഡിൽ പോയിന്റിലേക്ക് ഇത് ജോയിൻ ചെയ്ത് ഇങ്ങനെ തിരിച്ച് കട്ട് ചെയ്യണം. കൈക്ക് 7 ഇഞ്ച് വണ്ണം വേണം. ടോട്ടൽ 14, അപ്പോൾ 7 ഇഞ്ച് വണ്ണത്തിൽ ഇവിടുന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നു. കൈ ഉള്ള തുണി, സ്ലീവിലുള്ള തുണി കട്ട് ചെയ്യുന്ന 1/2 ഇഞ്ച് ഫ്രണ്ട് സൈഡ് ഉള്ളിലേക്ക് കയറ്റി 1/2 ഇഞ്ച് വെട്ടി ഷേപ്പ് ചെയ്തു. കൈയുടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ കോർണർ കൂടി മടക്കി അത് ക്ലോസ് സൈഡ്, ഇത് ഒരു സൈഡ് ഓപ്പണാണ്, ഒരു സൈഡ് ക്ലോസ് ചെയ്യണം. നീളം നോക്കാം. ചുരിദാറിൻ്റെ ടോപ്പ് പാർട്ടിനൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുക. വണ്ണം 40 അല്ലെങ്കിൽ 38 എടുക്കുക. 11 ഇഞ്ച് വീതിയുള്ള ഇട്ട് 1.5 എക്സ്ട്രാ ഇട്ട് തയ്യൽ തുമ്പ്. കഴുത്തിറക്കം 5.5, ഫ്രണ്ട് ബാക്കിൽ 4 ഇട്ടു. കൈക്കുഴി 7 ഇഞ്ച്, ഫ്രണ്ടിലെ കൈക്കുഴി 1/2 ഇഞ്ച് കയറ്റി ഇറക്കി വെട്ടണം. ടോട്ടൽ ലെങ്ത് ടോപ്പ് പാർട്ടിന് 15 ഇട്ടു. ആകെ ലെങ്ത് 52 വരും. ഇത് വെട്ടിയെടുത്തിട്ട് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. ടോപ്പ് പാർട്ട് ഷോൾഡറിൻ്റെ സൈഡ് 1/2 ഇഞ്ച് ശരിച്ച് വെട്ടുന്നുണ്ട്. ഇതിൻ്റെ ഈ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 50 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. ബോഡി കട്ട് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു. ബോർഡർ മാറ്റിയിട്ട് തുണി കട്ട് ചെയ്യും. പാറ്റേൺ വെച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തു. 50 ഇഞ്ച് ഇറക്കത്തിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു. ഇവിടെ പീസ് വെച്ച് പിടിപ്പിക്കാനുണ്ട്. ഇത്രയും പാകത്തിൽ കട്ട് ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. വെച്ച ഇതിൻ്റെ മുകളിൽ പാട്ട് കട്ട് ചെയ്ത് ഇവിടുന്ന് നേരെ താഴോട്ട് ചെരിച്ച് കട്ട് ചെയ്യും. അവിടുന്ന് 50 ഇഞ്ച് താഴത്തിൽ റൗണ്ട് ചെയ്യും. 50 ഇഞ്ച് എല്ലായിടത്തും വരച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. 50 ഇഞ്ച് മാർക്കിയും അവിടെ പോലെ ഇങ്ങനെ അങ്ങേറ്റം വരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നു. ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് ചിരിച്ച് കട്ട് ചെയ്യുന്നു. ഷേപ്പ് ചെയ്ത് ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ 2 പീസ് തുണി ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇതേ ഷേപ്പിൽ ഒരു 2 പീസും കൂടെ അറ്റാച്ച് ചെയ്ത് മറ്റേ തുണിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ തന്നെ കഴുത്ത് മാർക്ക് ചെയ്തിട്ട് ലൈനിങ് തുണിയും കൊണ്ട് കൂട്ടിയടിക്കാം. 1 ഇഞ്ച് കൂടുതലിട്ടിട്ട് അതേ ഷേപ്പിൽ 2 കഷ്ണം തുണി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുന്നു. 2 ഫോൾഡാണ് ഇപ്പോൾ തുറന്നു വെച്ച അംബ്രല്ല ഷേപ്പ്. 1 പീസ് അംബ്രല്ല ഷേപ്പ് ആണ്. ഇപ്പം ഓപ്പൺ ചെയ്ത 2 സൈഡ് അംബ്രല്ല കട്ട് ടോപ്പാണ്. ആ പീസ് വെച്ച് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഫ്രണ്ട് കഴുത്ത് വെട്ടാനുണ്ട്.
ലൈനിങ് വിട്ടിട്ട് കഴുത്ത് മാർക്ക് ചെയ്തിട്ട് ശരിയാക്കാനുള്ളതാണ്. കഴുത്ത് മാർക്ക് ചെയ്തു. ഇത് 5.5 ഇഞ്ച്, ഇത് 4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തു. ബാക്കിൽ നെക്ക് കട്ട് ചെയ്തു. ഫ്രണ്ടിലെ നെക്ക് ഒരു പീസ് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. അതിന് മുമ്പ് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് തുണി 2ആയിട്ട് മടക്കി പിന്നെ 4ആയിട്ട് മടക്കി അതിന് മുകളിലേക്ക് ചുരിദാറിൻ്റെ തുണി വെട്ടി എടുത്ത് വെച്ചിട്ട് ആ ഷേപ്പിൽ വെട്ടുന്നു. ഇവിടെ വരെ വെട്ടുന്നു. കഴുത്ത് ഇപ്പം വെട്ടുന്നില്ല. കഴുത്ത് പിടിപ്പിച്ചിട്ട് വെട്ടാം. സ്ലീവിൽ തുണിയിൽ 3 അടിപ്പടിച്ചു. എന്നിട്ട് ലൈനിങ് വെച്ച് അടിച്ചെടുക്കുന്നു. 2 സ്ലീവ് ലൈനിങ് വെച്ച് അടിച്ച് മടക്കിയെടുത്തു. സ്ലീവിൻ്റെ പുറത്തോടെ 4 അടിപ്പടിച്ച് വെച്ചു. ഈ ലോവർ പാർട്ടിൻ്റെ നീളം കുറച്ചുകൊണ്ട് ഒരു ഫാഷൻ ചെയ്തു. ബാക്ക് നെക്ക് ലൈനിങ് പിടിപ്പിച്ച് നെക്ക് ലൈനിങ് പിടിപ്പിച്ച് അടിച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ലൈനിങ് പിടിപ്പിച്ച് ക്രോസ് ചെയ്യുന്നു. കഴുത്തും പിടിപ്പിച്ചു, ബാക്ക് കഴുത്തും പിടിപ്പിച്ചു, ലൈനിങ് വെച്ച് മറിച്ചിട്ടു. ഷോൾഡർ 2 മുട്ട് പിടിപ്പിച്ചു. ഇനി ഇതിൽ കൈ പിടിപ്പിക്കുന്നു. ഈ കുട്ടിയുടെ കൈ 2 പിടിപ്പിച്ചു, കഴുത്ത് പിടിപ്പിച്ചു. ഈ സൈഡ് 2 അടിച്ച് ലോക്ക് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഈ കുർത്തിയുടെ കൈയും സൈഡും ഒക്കെ അടിച്ച് അടി മടക്കി അടിച്ചു. ട്രൈ ചെയ്ത് നോക്കാം.